അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കൂന്ത നിറച്ചതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പം അതിന് നമ്മൾ കൂന്ത എടുത്തുകയാണ്. കൂന്ത നല്ല കേക്ക് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് വേറൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. കൂന്തൊക്കെ അവിടെ റെഡിയാക്കി എടുത്ത് ഇനി നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ആദ്യം നമ്മുടെ പച്ചരി എടുത്തുകയാണ്. പിന്നെ ഉലുവ അത് ആവശ്യമുള്ള ഇട്ട് കൊടുക്കുക. പിന്നെ ചീരുള്ളിയാണ്. അടുത്തത് തേങ്ങ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചീരുള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം. ചീരുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചരി ഉണ്ടല്ലോ അതൊന്ന് കേക്ക് എടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തേങ്ങ കൂടി ചരുകി എടുത്തിക്കണം. അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞ് ചരുകി ഒക്കെ എടുത്ത് അപ്പോൾ അതാണ്. ഒപ്പം ഒരു കൊള്ളിയും കൂടി വേണം കേട്ടോ, അത് നമ്മൾ മറക്കരുത്. അപ്പം ചരുകിയ തേങ്ങ ഈ പച്ചരിക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചീരുള്ളി ഉലുവൊക്കെ നമുക്ക് ഈ പച്ചരിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പാണ്. അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അതങ്ങോട്ട് കുഴച്ചെടുക്കണം. അപ്പം അതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുത്തോളി. അപ്പം ഫില്ലിങ് ഏതായാലും സെറ്റായിക്കണം. ഇനി കൂന്ത വലുത് കിട്ടുന്നവർ മാത്രമേ പണിക്ക് നിന്നാൽ മതി. എന്താ അറിയാം, ലാസ്റ്റ് അടിയിൽ പൊട്ടിക്കാണ്ട് നറുക്കണ മൊത്തം താഴ്ത്തു പോണ ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ നറുക്കാനും സുഖം വലിയതാണ്. അപ്പോൾ വലുത് കിട്ടുന്നവർ ചെയ്താൽ മതി. പിന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യട്ടാ. അപ്പോൾ അതേപോലെ നിറച്ച് വെക്കുക. ഇത് കാണാതെയാണ് ഞങ്ങൾ ഈ നിറച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ നിറക്കണതൊക്കെ പുറത്തു കൂടെ പോകുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇതിൻ്റെ മുമ്പൊക്കെ മാത്രം നോക്കി നിറച്ചൊക്കെ പോകുന്നത് താഴ്ത്തിക്കാം. അങ്ങനെ ഏതായാലും നിറച്ചതൊക്കെ ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക കൊള്ളി കൊണ്ട്. അതിനാണ് നമ്മൾ ഈ കൊള്ളി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതേപോലെ ഒക്കെ നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇതൊക്കെ നമ്മൾ എന്ത് കാട്ടാനാ, ഫുള്ള് ഇതിൽ പോയി. അങ്ങനെ കഷ്ടപ്പെട്ട ഇങ്ങനെ ഓരോന്ന് എടുത്തതുണ്ട്. വലിയ ഓട്ടമുണ്ട്, നമ്മൾ കാണണ്ടേ. അപ്പം കുറച്ച് പൊട്ടാത്തതൊക്കെ നമുക്ക് നിറച്ച് കൊടുക്കുക. ബാക്കിയോണ്ട് കൂന്തച്ചോറ് ഉണ്ടാക്കുക. കൂന്തച്ചോറ് ഇതേ സംഭവം തന്നെ. ഈ ഫില്ലിങ് ഒന്ന് ചോറാക്കി എടുത്താൽ മതി. അപ്പം ഇതൊക്കെ അതേപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാ അതൊക്കെ എടുത്ത് ഇതേപോലെ ഇങ്ങനെ പിച്ചിട്ടിട്ട് നമ്മൾ ചോറൊക്കെ കണ്ടിട്ട് കൊടുത്ത്. അങ്ങനെ സാധനം ഏകദേശം സെറ്റായി. ഇനി ഒന്നത് വേവിച്ചെടുക്കുന്ന പരിപാടിയാണ്. അങ്ങനെ നമ്മൾ കുക്കർക്ക് ആദ്യം നമ്മൾ ഈ കൂന്ത നിറച്ചതൊക്കെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. അടുത്തത് നമ്മൾ ആ ചോറൊക്കെ ഉണ്ടല്ലോ, ചോറായിട്ടില്ല ആവാൻ പോകുന്നുള്ളൂ, അരി, അത് ഈ നിറച്ച കൂന്തൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അതേപോലെ ഇട്ട് കൊടുത്തതിന് അടുത്ത സ്റ്റെപ്പ് ഇതന്നെയാണ്, കൂന്ത വെച്ചെടുക്കലാണ് കേട്ടോ. അതേപോലെ നിരത്തി വെച്ചെടുക്കുക. കൂന്ത നിറച്ചത് അധികമൊന്നും ഉണ്ടാവില്ല. പകുതി മുക്കാലും പൊട്ടി പോയതുകൊണ്ടേ പിന്നെ കുറച്ച് വെള്ളം കൂടി, അത് വേവിക്കാനുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുക്കർ അങ്ങോട്ട് മൂടുക, ഗ്യാസിൻ്റെ എടുത്താണ്ട് വെക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പം ഇതാണ് അവസ്ഥ. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലിപ്പൊക്കെ എടുത്ത് വെക്കേണ്ടി വന്നു. ഏതായാലും വെന്തിക്കുന്ന സാധനം അതൊരു പാത്രത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണം. അപ്പം മേലുള്ള നിറച്ച കൂന്തൊക്കെ ഇങ്ങനെ മാറ്റി കൊടുത്ത് ഒക്കെ ഇങ്ങനെ തടിച്ച് വന്നിക്കണ്. അപ്പം മേലുള്ള കൂന്ത മാറ്റിയതിന് ശേഷം ആ നടുവിലുള്ള ചോറുണ്ടല്ലോ അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം. മാറ്റിയെന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് കൊടുക്കണം. അപ്പം കൂന്തച്ചോറും കൂന്ത നിറച്ചതും ഇവിടെ റെഡി ആയിക്കണം. അപ്പം ഇതാരെങ്കിലും തിന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്നിട്ട് ഇത് രണ്ടും തിന്നവരുണ്ടെങ്കിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്